പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 എക്സാമ്പിൾ കാണുകയുണ്ടായി. ഒന്നാമത്തെ എക്സാമ്പിൾ ദാറ്റ് ഈസ് dy by dx equal to 1 plus y square. ഫസ്റ്റ് എക്സാമ്പിൾ ഇതായിരുന്നു. dy by dx equal to 1 plus y square, y of 0 equal to 3. ഇതിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് കിട്ടി അല്ലേ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്നായിരുന്നു നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ദാറ്റ് ഈസ് യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ. സെക്കൻഡ് എക്സാമ്പിൾ എന്തായിരുന്നു? ദാറ്റ് ഈസ് dy by dx, that is x into dy by dx equal to y minus 3 and y of 0 equal to 3. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരുന്നു. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഓക്കെ. തേർഡ് എക്സാമ്പിൾ ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് dy by dx പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് y ഈക്വൽ ടു 0, y of 0 ഈക്വൽ ടു 3. ഇവിടെ നോ സൊല്യൂഷൻ എന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ 3 കേസ് സംഭവിക്കാം. യുണീക്ക് സൊല്യൂഷൻ വരാം, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ വരാം, നോ സൊല്യൂഷൻ വരാം. ഓക്കെ. നെക്സ്റ്റ് എന്താണ് ഇതിനുള്ള കണ്ടീഷൻ? അതാണ് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറത്തിലൂടെ പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറം. എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറം. യുണീക്ക്നെസ് തിയറം. ഓക്കെ. ഈ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ ഇതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് സിലബസിലില്ല. സ്റ്റേറ്റ്മെന്റും ചോദിക്കാറില്ല, ഒരു പക്ഷേ ചോദിക്കാം, കാരണം സിലബസിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് dy by dx equal to f of xy, where y of x naught equal to y naught, be an initial value problem. Initial value problem involving first order derivatives. Let the function f of xy, small f of xy, be a continuous at all the points within and on the rectangle capital R, defined by mod x minus x naught less than or equal to a, comma, mod y minus y naught less than or equal to b, and f of xy be bounded in R, in the region R. That is എന്താണ് bounded എന്ന് പറയുന്നത്? f of xy mod f of xy always less than or equal to k ആണെങ്കിലേ bounded എന്ന് പറയുള്ളൂ. Okay, bounded in R. Then the initial value problem has at least one solution. Y of x defined for all x in
mod x minus x naught less than or equal to alpha, where alpha equal to minimum of a b by k. This is called existence theorem. Existence theorem for first order differential equation. Okay, that is existence theorem ആണ് പറഞ്ഞത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാവുന്ന കണ്ടീഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷനാണ് എക്സിസ്റ്റന്റ് തിയറം. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ദാറ്റ് ഈസ് dy divided by dx equal to f of xy where y of x naught equal to y naught. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഈ ഫംഗ്ഷൻ dy by dx f of xy എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എവിടെ? ഈ റെക്ടാംഗിൾ, ഇത് റെക്ടാംഗിൾ ആണ് അല്ലെ. ദാറ്റ് ഈസ് x minus x naught, എക്സിന്റെ ബൗണ്ടറി എന്താണ്? x mod x minus x naught less than or equal to a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് minus a less than or equal to x minus x naught less than or equal to a, that is minus a plus x naught less than or equal to x less than or equal to a plus x naught. അഥവാ x ഈ ഒരു ബൗണ്ടറിയുടെ x ഈ ഒരു ബൗണ്ടറി, y ഈ ഒരു ബൗണ്ടറി, അങ്ങനെയാണെങ്കിൽ ഈ റെക്ടാംഗിൾ ആയിരിക്കും നമ്മുടെ റീജിയൻ. ഓക്കെ, കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല, കാരണം ഇതിന്റെ പ്രൂഫ് നിങ്ങൾക്കില്ല. സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. എക്സാമിന് വരികയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് മാത്രമായിരിക്കും ചോദിക്കാം. അപ്പോൾ ഇവിടെ ഇത് റെക്ടാംഗിൾ ആണ്. ദാറ്റ് ഈസ് ഡിഫൈൻഡ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ എന്നുള്ളത് ഈ റെക്ടാംഗിൾ ആണ്. ആ റെക്ടാംഗിളിൽ എഫ് ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൈ എന്തായിരിക്കണം? ബൗണ്ടഡ് ആയിരിക്കണം, ബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാവും എന്നേ പറയുന്നുള്ളൂ. യുണീക്ക് ആണോ ഇൻഫിനൈറ്റ് ആണോ എന്ന് പറയുന്നില്ല. ഇത്തരം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് വൈ എങ്കിൽ നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാവും എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നെക്സ്റ്റ്, എപ്പോഴാണ് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുക? ദാറ്റ് ഈസ് ഇഫ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്, മോർ ഓവർ ഇഫ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് dou f divided by dou y is continuous and bounded in R, in capital R, then the initial value problem has at most one solution. That is it has exactly one solution. Y of x mod x minus x naught less than or equal to a. This is called, this theorem is called uniqueness theorem. Okay, അപ്പോൾ എക്സിസ്റ്റൻസ് യൂണിക്നെസ് തിയറം എഴുതാൻ പറഞ്ഞെങ്കിൽ ഇത് കംപ്ലീറ്റ് നിങ്ങൾ എഴുതി വെക്കണം. എപ്പോഴാണ് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുക? ഈ ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ എന്ന പാർഷ്യൽ ഡെറിവേറ്റീവ് എന്തായിരിക്കണം? ബൗണ്ടഡ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. നമ്മുടെ ആ റെക്ടാംഗിളിൽ ആ ബൗണ്ടഡും കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് എന്തായിരിക്കും? യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് സൊല്യൂഷൻ. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ.
സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിരുന്നു എന്ത് y1 ഈക്വൽ ടു സെക്കൻഡ് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു y1 ഈക്വൽ ടു സൈൻ x ഇതിന്റെ ഒരു സൊല്യൂഷനാണ്. y2 ഈക്വൽ ടു കോസ് x ഇതിന്റെ സൊല്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ y1 പ്ലസ് y2 എന്തായിരിക്കും വീണ്ടും ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് സം ഓഫ് ടു സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൾസോ എ സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതാം എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. if y1 and y2 are any two solution of if y1 and y2 are any two solution of a second order homogeneous linear differential equation y double dash plus some p of x into y dash plus q of x equal to q of xy. Okay, q of xy ഒന്ന് കൂടി എഴുതാം. y double dash plus p of x y dash plus q of x y equal to 0. അഥവാ എന്തായിരിക്കണം ലീനിയർ ആയിരിക്കണം ഹോമോജീനിയസ് ആയിരിക്കണം. എന്താ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് പി ഓഫ് ഇവിടെ വൈയുടെ ടേം എല്ലാ ടേമിലും വൈയുടെ ടേം ഉണ്ടായിരിക്കണം. അതാണ് ഹോമോജീനിയസ് അല്ലെ. ലീനിയർ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ടേമേ വരാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് വൈ ഡബിൾ ഡാഷിന്റെ കൂടെ പിന്നെ വൈയുടെ ടേം വരാൻ പറ്റില്ല. അത്തരം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അത്തരം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് y1 ആൻഡ് y2 എങ്കിൽ പറയുന്ന തിയറം പറയുന്നത് ദാറ്റ് ഈസ് homogeneous differential equation linear differential equation y double dash plus p of xy dash plus q of xy equal to 0 and y of 0 equal to in AB in the closed interval AB, then the linear combination k1y1 plus k2y2 is also a solution. Okay, complete here. Solution. That is generally നമുക്ക് എന്ത് പറയാം y1 y2 y3 in generally y1 y2 y3 etc yn are n solution of an nth order homogeneous and linear differential equation എന്താണ് എങ്ങനെ എഴുതാം ജനറലി നമുക്ക് എങ്ങനെ എഴുതാം a naught x y power n അല്ലെങ്കിൽ dy d raised to n y divided by dx raised to n plus a1x d raised to n minus 1 y divided by dx raised to n minus 1 plus etc plus an of x y equal to 0. ഇതാണ് nth order linear homogeneous differential equationന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ ആണ് y1 y2 y3 etc yn എങ്കിൽ
ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ദാറ്റ് ഈസ് k1 y1 പ്ലസ് k2 y2 പ്ലസ് എക്സെട്ര kn yn ആൾസോ എ സൊല്യൂഷൻ. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമിന് സ്റ്റേറ്റ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഇത്രയും എഴുതി വെക്കണം. ഓക്കെ, ഇത്രയും എഴുതി വെക്കണം. അല്ലെങ്കിൽ y1 y2 ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി പറയാം. ഒരു സെക്കൻഡ് ഡിഗ്രി സെക്കൻഡ് ഓർഡർ ഉള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരിക്കണം? ഹോമോജീനിയസ് ആയിരിക്കണം പ്ലസ് ലീനിയർ ആയിരിക്കണം. ഇങ്ങനത്തെ സെക്കൻഡ് ഡിഗ്രിയിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അതിന്റെ രണ്ട് സൊല്യൂഷൻ y1 y2 അതിന്റെ രണ്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്താ? ലീനിയർ കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ y1നെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റിനോട് ഗുണിക്കുക. ദാറ്റ് ഈസ് k1 എന്ന കോൺസ്റ്റന്റിനെ y1 കൊണ്ട് ഗുണിച്ചു. y2നെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റിനോട് ഗുണിക്കുക. ദാറ്റ് ഈസ് k2 എന്ന കോൺസ്റ്റന്റ് കൊണ്ട് y2 ഗുണിച്ചു. ഇതിന്റെ സം ആണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് y1 ആൻഡ് y2. അഥവാ y1നെ ഏത് കോൺസ്റ്റന്റിനോട് ഗുണിച്ചു കഴിഞ്ഞാലും y2നെ ഏത് കോൺസ്റ്റന്റിനോട് ഗുണിച്ചു കഴിഞ്ഞാലും ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ലീനിയർ കോമ്പിനേഷനാണ്. ദാറ്റ് ഈസ് k1 y1 പ്ലസ് k2 y2. ഇതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിന്റെ y1 y2 ഏത് രണ്ട് സൊല്യൂഷൻ ആണെങ്കിലും ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ നമുക്ക് k1 y1 പ്ലസ് k2 y2 ഇതും എന്തായിരിക്കും? ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും. എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാം? പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രൂഫ്. ലെറ്റ് assume that y1 and y2 be two solution of the differential equation that is y double dash plus some p of x into y dash plus q of x y equal to 0. y of 0 equal to 0. y1 ഉം y2 ഉം ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ ഈ y-യുടെ സ്ഥാനത്ത് y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതന്നെ ആയിരിക്കും, 0 തന്നെ ആയിരിക്കും വരിക. അല്ലെ, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇതിന്റെ സൊല്യൂഷൻ. നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ്? y1 ഉം y2 ഉം ഇതിന്റെ സൊല്യൂഷൻ ആണ് എന്ന് അസ്യൂം ചെയ്തു. അല്ലെ, that implies y1 double dash plus p of x into y1 dash plus q of x into y1 equal to 0. കാരണം എന്താണ്? y1 ഇതിന്റെ സൊല്യൂഷൻ ആണ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആണ് y1. അല്ലെ, that is y1 is a solution. Next, രണ്ടാമത്തേത് y2 double dash plus p of x into y2 dash plus q of x y2 equal to 0. കാരണം എന്താണ്? y2 ഇതിന്റെ സൊല്യൂഷൻ ആണ്. അല്ലെ, that is y2 is a solution. Next, we have to prove y1 plus y2 or linear combination. നമുക്ക് c1 c2 തന്നെ എഴുതാം. That is linear combination that is c1 or k1 y1 plus k2 y2 also a solution. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, y1 y2 ഇതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് ആ റിസൾട്ട് വെച്ച് ഇത് പ്രൂവ് ചെയ്യണം. ഇത് ഇതിന്റെ സൊല്യൂഷൻ ആണ് തെളിയിക്കണമെങ്കിൽ ഇത് ഫംഗ്ഷനും ദാറ്റ് ഈസ് ഈ ഒരു ഫംഗ്ഷനും ഇതെന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലെ, ദാറ്റ് ഈസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് k1 y1 പ്ലസ് k2 y2 അതിന്റെ ഡബിൾ ഡെറിവേറ്റീവ് പ്ലസ് നെക്സ്റ്റ് p of x into k1 y1 പ്ലസ് k2 y2 അല്ലെ, അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പ്ലസ് q of x into k1 y1 plus k2 y2 this equal to 0 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലെ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കിട്ടണം ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ഓക്കെ,
അപ്പോൾ 0 ആണോ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് k1y1 പ്ലസ് k2y2 ഡബിൾ ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എന്ത് ചെയ്താം, k1y1 ഡബിൾ ഡെറിവേറ്റീവ് ഇങ്ങനെ എഴുതാം അല്ലേ, പ്ലസ് k2y2 ഡബിൾ ഡെറിവേറ്റീവ്. കാരണം ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് സം ഫംഗ്ഷൻ f1 f2 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെയും ഡബിൾ ഡെറിവേറ്റീവ് ചെയ്യാം, ഇതിനെയും ഡബിൾ ഡെറിവേറ്റീവ് ചെയ്യാം. അതാണ് ഇതിന്റെ മീനിങ് അല്ലേ. ഇതിന്റെ ഡബിൾ ഡെറിവേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് ദിസ്. ഓക്കെ, ദിസ് ഈക്വൽ ടു എന്താണ്, എഫ് ഡബിൾ ഡാഷ് f1 ഡബിൾ ഡാഷ് പ്ലസ് f2 ഡബിൾ ഡാഷ്. ഓക്കെ, ആ റിസൾട്ട് ചെറിയ ക്ലാസ്സിൽ നമ്മൾ +1 +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നിനെയും ഡെറിവേറ്റീവ് കൊടുക്കാം. ഓക്കെ, k1y1 ഡബിൾ ഡെറിവേറ്റീവ് പ്ലസ് k2y2 ഡബിൾ ഡെറിവേറ്റീവ് പ്ലസ് p ഓഫ് x ഇൻറ്റു ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, k1y1 പ്ലസ് k2y2 ഡാഷ് അല്ലേ, ദാറ്റ് ഈസ് k2. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ആദ്യം ഇങ്ങനെ കൊടുക്കാം ഇതിന്, ദാറ്റ് ഈസ് k1y1 ഡെറിവേറ്റീവ് പ്ലസ് k2y2 ഡെറിവേറ്റീവ് പ്ലസ് നെക്സ്റ്റ് q ഓഫ് x ഇൻറ്റു k1y1 പ്ലസ് k2y2 അല്ലേ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, ഞാൻ ഈ ഈക്വൽ 0 എന്ന് മായ്ക്കാൻ പോവാണ്, കാരണം അത് നമുക്ക് കിട്ടേണ്ടതാണ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇതാണ്. ഓക്കെ, ദാറ്റ് ഈസ് നെക്സ്റ്റ് ദിസ് ഈക്വൽ ടു ഈ k1 എന്താണ് 2f ഡബിൾ ഡെറിവേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ 2യുടെ ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ, 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു എഫ് ഡബിൾ ഡെറിവേറ്റീവ് ആ വരിക. Therefore നമുക്ക് എന്ത് ചെയ്യാം, ഈ c1നെയും ഇതിന്ന് k1നെ പുറത്തേക്ക് എടുക്കാം, k1 ഇൻറ്റു y1 ഡബിൾ ഡെറിവേറ്റീവ് പ്ലസ് നെക്സ്റ്റ് k2y2 ഡബിൾ ഡെറിവേറ്റീവ് പ്ലസ് നെക്സ്റ്റ് ഇവിടെ എന്ത് വരും, p ഓഫ് x ഇൻറ്റു k1 ഇൻറ്റു y1 ഡെറിവേറ്റീവ് പ്ലസ് p ഓഫ് x ഇൻറ്റു k2 ഇൻറ്റു y2 ഡെറിവേറ്റീവ് പ്ലസ് q ഓഫ് x k1 y1 പ്ലസ് q ഓഫ് x k2 y2. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു നമുക്ക് y1ന്റെ ടേം എല്ലാം ഒന്നിച്ചെഴുതാം. അപ്പോൾ ഇവിടെ ഒരു y1ന്റെ ടേം ഉണ്ട്, ഇവിടെ ഒരു y1ന്റെ ടേം ഉണ്ട്, ഇവിടെയും ഒരു y1ന്റെ ടേം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് y2യുടെ ടേം ഒന്നിച്ചെഴുതാം. ദാറ്റ് ഈസ് k1 y1 ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് x ഇൻറ്റു k1 y1 ഡാഷ് പ്ലസ് q ഓഫ് x ഇൻറ്റു k1 y1 അല്ലേ. നെക്സ്റ്റ് അടുത്ത k2യുടെ y2യുടെ ടേംസ് കംപ്ലീറ്റ് ഒന്ന് ചെയ്താൽ k2 y2 ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് x ഇൻറ്റു k2 y2 ഡാഷ് പ്ലസ് q ഓഫ് x ഇൻറ്റു k2 y2. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഈക്വൽ ടു k1 എന്ത് ചെയ്യാം, ഇത്രയും ടേമിൽ k1 കോമൺ ആണ്, ഇത്രയും ടേമിൽ k2 കോമൺ ആണ്. ദാറ്റ് ഈസ് k1 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ y1 ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് x ഇൻറ്റു y1 ഡാഷ് പ്ലസ് q ഓഫ് x ഇൻറ്റു y അല്ലേ, പ്ലസ് അടുത്ത ടേമിൽ k2 കോമൺ ആണ്, k2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ y2 ഡബിൾ ഡാഷ് പ്ലസ് നെക്സ്റ്റ് p ഓഫ് x y2 ഡാഷ് പ്ലസ് q ഓഫ് x y2. ഓക്കെ, ദിസ് ഈക്വൽ ടു ഇത് നിങ്ങൾ തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഇത് എന്താണ്, y1 ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് x ഇൻറ്റു y1 ഡാഷ് പ്ലസ് q ഓഫ് x y1 ഈക്വൽ ടു 0 ആണ്, കാരണം y1 സൊല്യൂഷൻ ആയതുകൊണ്ട്. ഇതും 0 ആണ്, അതുപോലെ തന്നെ y2 എഴുതുമ്പോഴും 0 ആണ്. ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്, k1 ഇൻറ്റു ആ 0 എന്ന ടേം അല്ലേ, ദാറ്റ് ഈസ് ഇവിടെ y1 ഉണ്ട്, ദാറ്റ് ഈസ് ഈ കംപ്ലീറ്റ് ടേം എന്നാണ്, ഇത് 0 ആണ് അല്ലേ. അതുപോലെ തന്നെ ഇതും എന്താണ്, ഇതും 0 ആണ്, ദാറ്റ് ഈസ് y2 എന്താണ്, ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരുന്നു. Therefore നമുക്ക് എന്ത് കിട്ടി, k1 ഇൻറ്റു 0 പ്ലസ് k2 ഇൻറ്റു 0 ദാറ്റ്സ് ഈക്വൽ ടു ഫൈനൽ 0 അല്ലേ. ഇതായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടത്. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിന്റെ കംപ്ലീറ്റ് പ്രൂഫ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ തിയറം എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറം. എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയുള്ളൂ. ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ് എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറം. അഥവാ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ ഫൈനൈറ്റ് ആണോ, എന്താണ് അതിന്റെ കണ്ടീഷൻ, അതാണ് എക്സിസ്റ്റൻസ് യൂണിക്നെസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്.
രണ്ടാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അഥവാ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് രണ്ട് തിയറംസ്. ഒന്ന് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട തിയറാണ്. ഏതെങ്കിലും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് സൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷനും അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ച് ബാക്കി ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.